വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം നാളും തുടരുകയാണ്. ഇന്നലെ നടപടികൾ വിശദീകരിക്കുന്നതിനിടയിൽ DFOയുടെ പ്രതികരണം തടഞ്ഞ് പോലീസ്. മാനന്തവാടി SHO അഗസ്റ്റിനാണ് പ്രതികരണം തടഞ്ഞത്. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മൾ ഈ കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ഏകദേശം ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിട്ട് അവിടെ മൊത്തം ഒരു പെരാമ്പുലേഷൻ, അതായത് 8 പേരുള്ള 10 ടീമായിട്ട് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ 3 പേര് നമ്മളെ 3 ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘവും തോക്കുധാരികളായിട്ടുള്ള അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ആ സംഘവും ഉണ്ടാവും. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് നമ്മൾ പെരാമ്പുലേറ്റ് ചെയ്തു. ഈ ടൈഗർ എവിടെയാണ് ഹൈഡ് ഔട്ടായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിൽ അതിൻ്റെ ഫീക്കൽ മാറ്റേഴ്സ് ഉണ്ടാകാം, അതിൻ്റെ പഗ് മാർക്കുകൾ നോക്കും, അതെല്ലാം വീക്ഷിച്ച് അതിനെവിടെയാണ് അത് നിൽക്കുന്നതെന്നുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ മയക്കുവെടിയോ അല്ലെങ്കിൽ ഏതാണ് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള നടപടികൾ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രധാനമായിട്ടുള്ള ദൗത്യം നോക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഡ്രോൺ സർവൈലൻസും പിന്നെ ഒരു തെർമൽ ക്യാമറ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ദിനേശ് IT സൊല്യൂഷൻ്റെ കുറച്ച് വിദഗ്ധരും എത്തിയിട്ടുണ്ട്. നമ്മൾ മരങ്ങളുണ്ടെങ്കിൽ പോലും ഒരു 500 മീറ്റർ ദൂരെയുള്ള ടൈഗർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് അവർ എറണാകുളത്തു നിന്ന് അവരെത്തിയിട്ടുണ്ട്. പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ട് നമ്മളുടെ മാനന്തവാടിയിൽ നിർത്തിയിട്ടുണ്ട്. 2 കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. ആ കുങ്കിയാനകൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുമാതിരി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തും അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, ഈ ദൗത്യം വിജയം കാണുന്നില്ല എന്നുള്ളതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ എന്താണ് ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എന്നുള്ള നിലയിൽ എന്താണ് ദൗത്യസംഘം വനംവകുപ്പ് വിശദീകരിക്കുന്നത്? ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി ഇന്ന് ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. കൽപ്പറ്റയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എന്താണ്? നീക്കങ്ങൾ എങ്ങനെയാണ് സുർജിത്ത് അയ്യപ്പത്ത്? റിജിത്ത്, ഈ വനം വകുപ്പ് ഇവിടുത്തെ നോർത്ത് DFO ഈ വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഈ കൃത്യമായ രീതിയിൽ തന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന ആക്ഷൻ പ്ലാൻ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് DFO മാർട്ടിൻ ലോവൽ നടത്തിയിരുന്നത്. ഇതിനിടയിലേക്കാണ് ഒരു പോലീസ് ജീപ്പ് കടന്നു വരുന്നത്. പോലീസ് ജീപ്പ് കടന്നു വന്ന് ഇവിടുത്തെ മാനന്തവാടിയിലെ SHO ആയിട്ടുള്ള അഗസ്റ്റിനും ഒപ്പം തന്നെ ഏതാനും പോലീസുകാരും ഇറങ്ങി വരുന്നു. അഗസ്റ്റിൻ നേരെ ഈ ഇതിനകത്തേക്ക്, അതായത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു DFO, അതിനിടയിലേക്ക് കയറി വന്ന് നേരെ അത് തടസ്സപ്പെടുത്തി, ആ പ്രതികരണം തടസ്സപ്പെടുത്തി ഈ DFOയെ തള്ളി അങ്ങോട്ട് മാറ്റി പുറകിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങോട്ട് മാറ്റി പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത് പ്രതികരിക്കരുത്, നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു, മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള പ്രതികരണമാണ്, വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടുത്തെ SHOയുടെ ഭാഗത്തുണ്ടായത്. സ്വാഭാവികമായും ഇവിടുത്തെ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ സുർജിത്തിലേക്ക് വരാം. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ DFOയെ പോലീസ് മാറ്റുന്ന ആ ദൃശ്യങ്ങളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. അതിനുശേഷം സുർജിത്തിലേക്ക് വരാം. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിൽ പുറത്താണ് കേട്ടോ. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിൽ പുറത്താണ്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് സംഭവിച്ചത്? അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സുർജിത്ത്? റിജിത്ത്, കൃത്യമായ രീതിയിൽ ആ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. DFO ഇവിടെ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെ എന്നുള്ള വിശദീകരണമാണ് DFO മാർട്ടിൻ ലോവൽ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ഈ പ്രതികരണത്തിന് ശേഷം, ഇവിടുത്തെ വനംവകുപ്പ് ജീവനക്കാരെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഇന്ന് ഉന്നതതല യോഗമുണ്ട്. ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിന് തൊട്ട് മുമ്പാണ് പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിനിടയിലേക്കാണ് ഒരു പോലീസുകാരുമായി ഇവിടുത്തെ SHO ആയിട്ടുള്ള അഗസ്റ്റിൻ എത്തുന്നത്. നേരെ അദ്ദേഹം കയറി ഇവിടേക്ക് വന്ന്
ഈ ഇവിടെ പ്രതികരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പുറകോട്ട് മാറ്റുകയാണ്. ഇന്നിവിടെ ഒരു ലൈവുമില്ല, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ആജ്ഞാസ്വരത്തിൽ സംസാരിക്കുന്ന രീതിയാണ് കണ്ടത്. അതായത് ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകണം എല്ലാവരും എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഇത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗമായ സ്ഥലമാണ്, ഇത് വനമേഖലയല്ല. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ, ഈ നാട്ടുകാരുടെ പ്രതിഷേധം അടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഈ വനംവകുപ്പ് നടത്തുന്ന ദൗത്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ്. അതായത് ഇവിടെ നിന്നും ഇറങ്ങി മാറിപ്പോകണം എന്നുള്ളത് ആജ്ഞാസ്വരത്തിൽ ഒരു SHO എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും ഉന്നത തലത്തിൽ നിൽക്കുന്ന DFOയെ പുറകിലേക്ക് വലിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ SHO ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടത്. ഇത് ഇവിടെ മാത്രമല്ല, നമുക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നുണ്ട്. അഭിജിത്ത് താഴെ, അതായത് ഈ സമയത്ത് ഈ പഞ്ചാരക്കൊല്ലിയിൽ ഇതിന് താഴെയായിരുന്നു, എസ്റ്റേറ്റിന്റെ ഓഫീസിന്റെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും വളരെ മോശമായ രീതിയിൽ പോലീസിന്റെ പെരുമാറ്റം ഉണ്ടായത്, വളരെ മോശമായ രീതിയിലാണ്. അത് അഭിജിത്ത് തന്നെ പറയും. എന്താണ് അഭിജിത്ത് താഴത്ത് സംഭവിച്ചത്? അതായത് സുർജിത്ത്, നമ്മൾ ഇവിടേക്ക് ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടേക്ക് വരുന്നതാണ്. അതിനിടയിലാണ് താഴെ വെച്ച് പോലീസ് നമ്മളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ പോലീസിനോട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അപ്പോഴും പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്. ഒടുവിൽ നമ്മളെ അവിടെ തടഞ്ഞു നിർത്തി. പിന്നീട് നമ്മൾ വീണ്ടും പോലീസിനോട് സംസാരിച്ചതിന്റെ ഭാഗമായാണ് നമ്മൾ മുകളിലേക്ക് കടന്നു വരാൻ നമ്മളെ അനുവദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതാണ്. എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിവിടെ വരുന്നതാണ്. ഒപ്പം തന്നെ എന്താണ് ഇന്നത്തെ ആക്ഷൻ, എന്താണ് ഇന്നത്തെ ദൗത്യം എന്ന് വിശദീകരിക്കുകയായിരുന്നു DFO. അതിനിടയിലാണ് ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ എന്താണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടയിലാണ്, ആ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും സുർജിത്ത്, വളരെ മോശം രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ വലിയ പ്രതിഷേധം ഇന്നലെ അരങ്ങേറിയതാണ്, നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം കടുവയെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അടുത്ത നടപടി എന്ന് വിശദീകരിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറുന്നത്. തീർച്ചയായും റിജിത്ത്, ആ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ തെളിവാണ്. അതിനകത്ത് എങ്ങനെയാണ് ഒരു DFOയോട് SHO പെരുമാറിയത്, ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ SHOയുടെ ഇടപെടൽ എന്താണ് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് റിജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്തും അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇതുവരെ ആ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ നാട്ടുകാർ ഉയർത്തുന്നതിനിടെ ഇന്നത്തെ നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം, ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം DFO വിശദീകരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് SHO കയറി വന്ന് അദ്ദേഹത്തെ മാറ്റുന്ന നിലയുണ്ടായത്. സുർജിത്ത് അയ്യപ്പത്തും അഭിജിത്ത് മുഴക്കുന്നും അതിന്റെ വിശദാംശങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പങ്കുവെക്കുകയായിരുന്നു.